ഈ വാചകം ഒന്ന് കേട്ടെ. ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാ. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷം കൊടുത്ത അടിയന്തര പ്രമേയത്തിന് പറഞ്ഞ വാചകമാണ്. ബോധപൂർവമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യാം. ഒരു വ്യക്തി ഇത്രയും കോൺഫിഡൻസോടുകൂടി ഇവർ കരുതുകയാണ് ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി, അല്ലെങ്കിൽ സർക്കാരിന് കുരുക്കുമുറുകി, സർക്കാർ സമ്മർദ്ദത്തിൽ തുടങ്ങിയ വാക്കുകളിലൂടെ ചില മാപ്ര കൂലി എഴുത്തുകാരെ കൊണ്ട് നിരന്തരം കഥ മെനയിക്കുന്നുണ്ട്. പക്ഷേ വസ്തുത എന്താണ്? നിയമസഭ പോലെ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അജണ്ട സൃഷ്ടിക്കുന്നു. വെണ്ടയ്ക്ക് നിരത്താൻ വേണ്ടി ചില വാക്കുകൾ കണ്ടെത്തി വയ്ക്കുന്നു. തയ്യാറായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇതിന് അനുമതി കിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. തേഞ്ഞല്ലോ മജിസ്ട്രേറ്റ് എന്നുള്ളതാണ് അവസ്ഥ. പിന്നീടാണ് ഇന്ന് കണ്ട മുഴുവൻ കോലാഹലങ്ങളും അരങ്ങേറിയത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ ഈ രീതിയിൽ അത് സമ്മതിക്കുമോ? ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാ. തനിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ടാകും, തനിക്കെതിരെ കടന്നാക്രമണമുണ്ടാകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാപ്ര കഥകളും ചില പ്രമുഖ മാപ്ര വിദഗ്ധന്മാരും ഇവർക്ക് വേണ്ടി വായ്ത്താരിയിടുന്നുണ്ട്. ആ വായ്ത്താരികളെയും ഏറ്റുപിടിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അവിടെ നിന്നാണ് ഇന്നത്തെ സഭാ സമ്മേളനങ്ങൾ ട്രാക്ക് തെറ്റുന്നത്. ആ ട്രാക്ക് തെറ്റാൻ വേണ്ടി സതീശൻ പല ചരടുകൾ വലിച്ചു. ആ ചരടുകൾ വലിച്ചതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ: ഈ വിഷയം ചർച്ച ചെയ്താൽ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഒരു മതവിഭാഗക്കാരെ തെറ്റിച്ച് അവരെ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ സത്യം ജനം അറിയാൻ പാടില്ല. അടിയന്തര പ്രമേയമാകുമ്പോൾ 12 മണിക്ക് തന്നെ, അതായത് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉടനടി തന്നെ, സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഉടനടി തന്നെ ചർച്ചയ്ക്ക് തീരുമാനിച്ചപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലെത്തി. പിന്നെ എസ്കേപ്പിസം, അതിനെന്തേ വഴിയുള്ളൂ? നമുക്ക് പലയിടങ്ങളിലും ഇറക്കുന്നത് മറുപടിയില്ലെങ്കിൽ, പറയാൻ ധൈര്യമില്ലെങ്കിൽ, ഉന്നയിക്കുന്ന വിഷയം പൊളിയുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഉടുതുണി അങ്ങോട്ട് പൊക്കും. ഉടുതുണി പൊക്കി കാണിച്ചിട്ട് ഇറങ്ങിപ്പോകും. അതാണ് ഇന്ന് സഭയിൽ കണ്ടത്. കോൺഗ്രസിൻ്റെ തനത് സംസ്കാരം, അതായത് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്താൽ പരാജയപ്പെടുമെന്നുള്ള ആശങ്കയും നുണകൾ പൊളിയുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒളിച്ചോട്ടം ഉണ്ടല്ലോ, അതിനെയാണ് ചില മാപ്രകളിലൂടെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നത്. സത്യം ഈ വാചകങ്ങളിലുണ്ട്. ഇത് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ കേട്ട ഏറ്റവും ശക്തമായ വാക്കുകൾ. ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാ.